ചിന്തിക്കുകയാൽ ഭഗവത് വിവർത്തന ശ്രീ പ്രഭുപാദിക്കിലെ ഭഗവത് ഹിതത്താൽ അങ്ങയുടെ കൃപ പ്രാപ്തമായി ഇന്ന് പരിചിന്തിക്കുകയാൽ മാനവരുടെ സർവ സദ്ഗുണങ്ങളെയും അധപ്പതിക്കുന്ന ദുഷ്കരമായ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ കപ്പലിന്റെ കപ്പിത്താനായി യഥാർഹമായി അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. ഭാവത്തിന് ശ്രീ പ്രഭുപാദിക്ക് ജയ്. കലിയുഗം മാനവരാശിക്ക് അത്യാപത്കരമാണ്. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഈ യുഗത്തിന്റെ ആപത്കരമായ പ്രഭാവത്തിൽ മാനവർ ജീവിത ദൗത്യത്തെ പരിപൂർണമായും വിസ്മരിച്ചിരിക്കുന്നു. ഈ യുഗത്തിൽ മനുഷ്യായുസ് കുറഞ്ഞു വരും. ജനങ്ങൾ അവരുടെ മൃദുല വികാരം, ശക്തി, സദ്ഗുണങ്ങൾ എന്നിവ ക്രമേണ നഷ്ടപ്പെടും. ഈ ഗ്രന്ഥത്തിന്റെ 12 സ്കന്ധത്തിൽ കലിയുഗ വിധിവിരുദ്ധ പട്ടിക നൽകിയിരിക്കുന്നു. ആത്മസാക്ഷാത്കാര ലാഭത്തിന് ഈ ജീവിതം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുക, കലിയുഗത്തിൽ അത്യധികം പ്രയാസമാണ്. ഇന്ദ്രിയ ഇച്ഛാനുവൃത്തിയിൽ മാത്രം വ്യാപൃതരാകയാൽ ആത്മസാക്ഷാത്കാരത്തെ സമ്പൂർണമായി ജനങ്ങൾ വിസ്മരിച്ചിരിക്കുന്നു. ആഹ്ലാദോന്മദത്താൽ ആത്മസാക്ഷാത്കാരത്തിന്റെ യാതൊരു ആവശ്യമില്ലെന്ന് അവർ തുറന്നടിക്കുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാര ദിശയിലേക്കുള്ള മഹായാത്രയിലെ ഏക നിമിഷം മാത്രമാണ് ഈ ഹ്രസ്വ ജീവിതമെന്ന യഥാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. ആധുനികമായ സമഗ്ര വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ദ്രിയപൂരണം എന്ന നിർദ്ദേശത്തിന് മാത്രം ഉതകുന്നവയാണ്. ആധുനിക കലിയുഗ വിദ്യാഭ്യാസം ശിശുക്കളെ മനഃപൂർവ്വം കശാപ്പുശാലകളിൽ അയക്കുകയാണെന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ദർശിക്കാനാകും. ആകയാൽ ബുദ്ധിമാന്മാരായ ജനങ്ങൾ ഈ യുഗത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ആപത്കരമായ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സർവരും നിശ്ചയമായും നൈമിഷാരണ്യത്തിലെ ഋഷിശ്രേഷ്ഠരുടെ കാലടികളെ പിന്തുടരേണ്ടതും ശ്രീ സൂതഗോസ്വാമിയെയോ അഥവാ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയെയോ കപ്പലിന്റെ കപ്പിത്താനായി സ്വീകരിച്ചംഗീകരിക്കേണ്ടതുമാണ്. ആ കപ്പൽ ഭഗവത്ഗീത അഥവാ ശ്രീമദ് ഭാഗവത രൂപേണയുള്ള ശ്രീകൃഷ്ണ സന്ദേശങ്ങളാകുന്നു. ഇനി അവസാനത്തെ ശ്ലോകം കൂടെ നമുക്കൊന്ന് വായിക്കാം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം ഗാഷ്ഠാ മധുനോപേതേ ധർമ്മകം ശരണം ഗത. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി ത്വാം ഗാഷ്ഠമധുനോപേതേ ധർമ്മകം ശരണം ഗത. ശിൽപ്രപാദിക്ക് ജയ്. ബ്രൂഹി ദയവായി അറിയിച്ചാലും, യോഗ ഈശ്വര, സർവശക്തികളുടെയും ഈശ്വരൻ, കൃഷ്ണ ഭഗവാൻ, ബ്രഹ്മണ്യ നിരപേക്ഷ സത്യം, ധർമ്മം, വർമ്മണി സംരക്ഷകൻ, സ്വാം സ്വയം, കാഷ്ടം ധാമം, അധുന ഇന്ന്, ഉപേദേ പ്രയാണം ചെയ്ത ശേഷം, ധർമ്മ മതം കം ആർക്കാണോ, ശരണം ഗതഹ അസ്തശക്തമായ പ്രഭാതിക്ക് ജയ്. സർവമായാശക്തികളുടെയും അധിപനും നിരപേക്ഷ സത്യവുമായ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്ത ശേഷം വ്യക്തമായ ധർമ്മ തത്വങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ദയവായി അറിയിച്ചാലും. ഭാഗവതം ആവർത്തന പ്രഭാതിക്ക് ജയ്. സ്വയം പരമദിവ്യോത്തമ പുരുഷനാൽ നിർവചനം നൽകപ്പെട്ട നിർദ്ദിഷ്ട ധർമ്മ സംഹിതമാണ് പ്രഥമവും പ്രധാനവുമായ മതം അഥവാ ധർമ്മം. എപ്പോൾ എവിടെ ധർമ്മതത്വങ്ങളുടെ ദുരുപയോഗമോ അഥവാ അവഗണനയോ ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ മതതത്വങ്ങളുടെ പുനഃസ്ഥാപനാർത്ഥം പരമപുരുഷനായ ഭഗവാൻ സ്വയം അവതരിക്കുന്നു. ഇത് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ നൈമിഷാരണ്യത്തിലെ മുനിമാർ ഈ ധർമ്മതത്വങ്ങളെ സംബന്ധിച്ച് ആരായുന്നു.
ഈ അന്വേഷണങ്ങൾക്ക് ഉത്തരം വരും അധ്യായങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണമാകുന്നു ശ്രീമദ് ഭാഗവതം. ആകയാൽ അതീന്ദ്രിയ വിജ്ഞാനത്തിന്റെയും ധർമ്മതത്വങ്ങളുടെയും സമഗ്ര ആവിഷ്കാരമാണ് ഭാഗവതം. ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം പ്രഭുപാദിക്ക് ജയ. ഓമുജ്ഞാനതിപരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം സദ്ഗുണം വേദഭൂതലേ സ്വയം പ്രഭുരാമഹ്യം ദദാതി സ്വദാതി വന്ദേഹം ശ്രീഗുരു ശ്രീയുതാവതനിധം ശ്രീരൂപം സാഗരജാതം സകലഗുണാനാധിപം തം സജീവം സാദ്വൈതം സാവധൂതം പരിതരസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീകൃഷ്ണ കൃഷ്ണാകരണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത राधा कांता नमस्ते तप्तकांचन गौरांगी राधे वृंदावनेश्वरी हरि वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यो विद्यावदेहानां वामनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत श्रीवासादि गौर. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 22-ാമത്തെ ശ്ലോകം, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ശ്ലോകത്തിനെ കോട്ട് ചെയ്തിട്ട് ഇതിന്റെ ഭാവാർത്ഥവും വിവർത്തനവും ഭാവാർത്ഥവും ഒരുപാട് ഡിവോട്ടീസ് ക്ലാസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ശ്ലോകമാണ്. ഇതില് വിവർത്തനത്തില് പ്രഭുപാദ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്ത് പറയുന്നുണ്ട്? നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്ന, നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് കേൾക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഭാഗവത ജ്ഞാനം പറയാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇരുന്ന് പറയുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നല്ല നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുരുവും പെർഫെക്റ്റ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാവരും കേൾക്കാനായിട്ട് വളരെ ഉത്സുകരാണ്. അവർക്ക് വേറെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള അവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. പറയുന്ന ആളും വളരെ കാരുണ്യത്തോടു കൂടിയും എന്താണോ ഗുരുമുഖത്തിൽ നിന്ന് കേട്ടത് അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പറയുന്ന ജ്ഞാനം അതുപോലെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ എത്തുകയാണ്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് വഴി ലോകത്തില് എല്ലാ മനുഷ്യരാശിക്കും, എല്ലാവർക്കും, മനുഷ്യരാശി എന്ന് മാത്രമല്ല എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. പ്രഭുപാദ് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ശ്ലോകങ്ങളില് മുനിവര്യന്മാർ അത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മുനിമാര് പറയാണ്, ലാസ്റ്റ് ഫസ്റ്റ് ശ്ലോകം അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ത്യൻ സമയത്ത് അവർ പറയാണ്, ഭഗവത്ഹിതത്താൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അങ്ങയുടെ കൃപ പ്രാപ്തമായി, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ കൃപ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങയുടെ എന്താണ്, നമുക്ക് അങ്ങ് ഇവിടെ വന്നിരിക്കുകയാണ് ഭാഗവതം പറയാനായിട്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? മാനവരുടെ സർവ്വ സദ്ഗുണങ്ങളെയും അധപ്പതിക്കുന്നു. ഈ കലിയുഗത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട് അവിടെ. എന്താണ്? മാനവരുടെ എല്ലാ സദ്ഗുണങ്ങളെയും ഇവിടെ എന്താണ് നശിച്ചു പോകുന്നാണ് പറയുന്നത്. അധപ്പതിച്ചു പോകുന്ന ഈ കലിയുഗം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന, ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഇങ്ങനെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ എന്താണ്, നമ്മൾ അങ്ങയെ നമ്മുടെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുക, കപ്പിത്താനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിനടുത്ത് റെസ്പെക്റ്റോടുകൂടി പറയുകയാണ്. അപ്പോ നമുക്കറിയാം, ഇനി ഭാവാർത്ഥം ഡിസ്കസ് ചെയ്താൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഭാവാർത്ഥത്തിൽ ഒരു 11-12 പോയിന്റോളം പറയുന്നുണ്ട്. ആദ്യമായിട്ട് പ്രഭുപാദ് പറയുന്നത്, നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്നാല് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകം മുഴുവൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഇഗ്നോർ ചെയ്യണം, അതിനെ മറന്നു പോയിരിക്കുകയാണ്. അതിന് പ്രഭുപാദ് ഇതിനു മുന്നേ ഒരുപാട് ഡിവോട്ടീസ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രഭുപാദ്
എല്ലാ സ്ഥലത്തും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജ് നമ്മളോട് പറയുന്ന പോലെ ഡെയിലി നമ്മൾ ഭാഗവതം നോളേജ് നമ്മുടെ തലയിൽ ഹാമർ വെച്ച് അടിക്കുന്നത് പോലെ അത് റിമൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 ത്രിഗുണങ്ങളുടെയും അടിയിൽ പെട്ടിട്ട് നമ്മളത് അങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ രാവിലെ 8 to 8:45 എന്നുള്ള സമയം നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളത് ഹാമർ കൊണ്ട് നമ്മളിങ്ങനെ അടിക്കുന്നുണ്ട്. പ്രഭുപാദ് എന്താണ് പറയുന്നത്? ഈ കലിയുഗത്തില് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആയുസ് കുറഞ്ഞു വരും. നമുക്ക് ഓർമ്മ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമുക്കുള്ള ജനറേഷന്റെ ഓർമ്മയായിരിക്കില്ല ഇനി വരുന്ന ജനറേഷന്റെ ഓർമ്മ. അവർക്ക് ഇനിയും ഓർമ്മകൾ കുറയും. കാരണം ടെക്നോളജി വളരുന്നുണ്ട്. ഇതെല്ലാം കലിയുഗത്തിന്റെ പാർട്ട് തന്നെയാണ്. പണ്ട് നമ്മള് എല്ലാ കാര്യങ്ങളും മനക്കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് മൊബൈൽ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കാൽക്കുലേറ്ററിൽ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മ കുറഞ്ഞു വരും. നമുക്ക് ഈ ഈ മൃദുല വികാരം എന്ന് പറയും, സോഫ്റ്റ് ഫീലിംഗ്, കരുണ, ദയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരാൾ നമ്മളെ ഫ്രണ്ടിൽ വീണ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കിടന്നാലും നമ്മൾ നോക്കാൻ പോകുന്നില്ല. എല്ലാ ആളുകളും നമ്മളത് പതുക്കെ അങ്ങ് മാറിപ്പോവും. അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യത്തില്ല. കമ്പാഷൻ എന്ന് പറഞ്ഞ സംഭവം കംപ്ലീറ്റ് ആയിട്ട് കുറയും. നമ്മുടെ ശക്തി കുറയും. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാര് നമ്മുടെ ഏജിൽ ചെയ്ത കാര്യങ്ങൾ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് അവര് 50-55 വയസ്സ് വരെയും നല്ല ചുറുചുറുക്കായിട്ട് ചെയ്ത കാര്യങ്ങള് നമുക്കിപ്പോ 30 വയസ്സാവുന്ന സമയത്ത് പാടാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ കാരണം അവര് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ദിനചര്യ, ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് സദ്ഗുണങ്ങൾ മാറും. ഇതെല്ലാം നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റീരിയറേറ്റിംഗ് എന്നുള്ളതാണ് മഹാരാജ് പ്രഭുപാദ് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്. ഒരു ഇൻസിഡന്റ്, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ മഹാരാജിന് ഒരാൾ വന്നിട്ട് രാവിലെ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് ചെറിയ കവറില്. പുള്ളി ഏലക്ക കൃഷി ഉണ്ടായിരുന്നു, ഏലക്ക കൃഷി. അപ്പൊ ഏലക്ക കൃഷി കൊടുക്കും. കുറച്ച് ഏലക്ക കൊണ്ടുവന്ന് കവറിൽ പാക്ക് ചെയ്ത് മഹാരാജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകും. മഹാരാജ് ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാൻ നേരത്ത് എന്താണെന്ന് ചോദിക്കും ആ കൊണ്ടുവന്ന ആളുടെ അടുത്ത്. അദ്ദേഹം പറയും, മഹാരാജ് കാർഡോമം എന്ന് പറയും, ഇത് ഏലക്കയാണെന്ന് പറയും. അപ്പൊ മഹാരാജ് എടുത്ത് നോക്കുമ്പോ ഒരു വിരലിന്റെ നഖത്തിന്റെ അത്രേ ഉള്ളൂ. അപ്പൊ മഹാരാജിന് അന്ന് 80 വയസ്സിന് പുറത്തുണ്ട്. അപ്പൊ മഹാരാജ് പറയും, മാൻ വാട്ട് ഈസ് ദിസ്, ഇതെന്തോണെന്ന് ചോദിക്കും. ഏലക്ക ഇപ്പൊ എങ്ങനെയാണോ കിട്ടുന്നതെന്ന് ചോദിക്കും. മഹാരാജ് പറയും, മഹാരാജിന്റെ ചെറുപ്പകാലത്ത് ഒരു ഏലക്ക വന്നിട്ട് ഒരു വിരലിന്റെ സൈസ് വരും. ഇപ്പം വന്നിട്ട് അത് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. അതിന് മഹാരാജ് പറയും, ഇതാണ് ശക്തിഹ്രാസം എന്ന് പറയും. നമ്മൾ ഡിറ്റീരിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എടുത്താലും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ശക്തി ആയാലും എല്ലാ കാര്യങ്ങളും. അത് പ്രഭുപാദ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അടുത്തെന്താണ് പ്രഭുപാദ് അതിനകത്ത് പറയുന്നത്? 3ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാര ലാഭത്തിന് ജീവിതം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുക കലിയുഗത്തിൽ അത്യധികം പ്രയാസമാണ്. നമ്മുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ആരാണ്, നമ്മൾ ഭഗവാന്റെ ഭക്തരാണ്, നമുക്ക് നെക്സ്റ്റ് എന്താണ് ലൈഫിൽ ഓരോരോ സ്റ്റെപ്പ് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ചെയ്യേണ്ടതെന്നുള്ളത്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ജോലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണ്. ഇങ്ങനെ ഓരോരോ കാര്യം വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അതിൽ ഓരോ ഡിഫിക്കൽറ്റി വരും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇത് നമുക്ക് ഡെയിലി ഓരോ നിമിഷവും നമുക്കിത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, ഒരുപാട് പേര് ക്ലാസ് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ക്ലാസ് കേൾക്കണം, അല്ലെങ്കിൽ ഈ ഭാഗവതം ക്ലാസ് ആയിട്ടല്ലേ ഭാഗവതം ഡിസ്കഷൻ കേൾക്കണം, പ്രഭുപാദ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ലൈഫിൽ എന്ത് പ്രാക്ടീസ് ചെയ്യാമെന്ന് അറിയാം. പക്ഷെ ജോലിക്ക് പോകാനുള്ള തിരക്കുണ്ടായിരിക്കും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള തിരക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ 100 കൂട്ടം പ്രശ്നത്താല് നമ്മൾ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാനും ഇവിടെ പറ്റുന്നില്ല. അപ്പോ ഇത് അറിഞ്ഞുകൊണ്ട് അറിയാതെയോ അല്ല, ഇവിടെ എന്താണ് പ്രഭുപാദ് പറയുന്നത്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലൈഫ് വന്നിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ കറന്റ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് പറയാൻ ചെന്നാലോ അവര് അതില് ഭയങ്കര സന്തോഷിച്ച് നിന്നിട്ട് അവര് നമ്മളെ ഓപ്പൺ ആയിട്ട് തന്നെ അവര് പറയും, ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, നിങ്ങളൊക്കെ മണ്ടന്മാരാണ്, നിങ്ങളൊക്കെ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് തിരിച്ചവര് നമ്മുടെ അടുത്ത് ചോദിക്കും. ഇത് എല്ലാ ഡിവോട്ടീസിനും, ഒരുവിധപ്പെട്ട ഡിവോട്ടീസിനും, പ്രീച്ചിങ്ങിനുള്ള ഡിവോട്ടീസിനും, ബുക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള പോകുന്ന ഡിവോട്ടീസിനും, നഗരസങ്കീർത്തനം ചെയ്യുന്ന ഡിവോട്ടീസിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും ആളുകൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, കുറച്ച് നാൾ മുന്നേ നമ്മൾ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയി, നമ്മൾ കുറച്ച് ഡിവോട്ടീസ് മാനവീയം എന്ന് പറയുന്ന സ്ഥലത്താണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയത്. അവിടെ പോയപ്പോ
അവര് കുറച്ച് പേര് നിന്ന് കീർത്തനം ചെയ്തു, അതിനുശേഷം കുറച്ച് പേര് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അപ്പൊ 1-2 ചേട്ടന്മാർ വന്ന്, നല്ല താടിയൊക്കെ ഉള്ള ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ വഴി ദൈവത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതല്ല. ഇത് വന്നിട്ട് നമുക്ക് പാട്ടും ഡാൻസും ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ എങ്ങനെയാണോ പ്രഭുപാദ് പറഞ്ഞത്, അവര് അതിൽ സന്തോഷിച്ച്, അവിടുത്തെ കുറെ ആളുകൾ അവര് മദ്യം യൂസ് ചെയ്തിട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ല, ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിട്ടാണോ, അതിൽ സന്തോഷിച്ച് അവരെന്താണ് ഡയറക്ട്ലി പറയുന്നത്, ഇതൊന്നും ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. അപ്പൊ നമ്മളെ ഡിവോട്ടീസ് എന്ത് ചെയ്തു? വളരെ വിനയത്തോടു കൂടി ഓക്കെ ഹരേ കൃഷ്ണ പറഞ്ഞു. നോ കൗണ്ടറാക്ഷൻ ഇസ് ദ ബെസ്റ്റ് കൗണ്ടറാക്ഷൻ എന്ന് മഹാരാജ് എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത്, അത് അവർ പ്രാക്ടീസ് ചെയ്തിട്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു പുറത്തോട്ട് വന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് വന്നിട്ട് ഹരിനാമം പുറത്തു നിന്ന് ചെയ്തു, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പുറത്തു നിന്ന് ചെയ്തു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. അത് മാത്രമല്ല, പ്രഭാത് തന്നെ അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ആധുനിക വിദ്യാഭ്യാസം, ഇപ്പോഴത്തെ കറണ്ട് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അറിവ് ശാലകളിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. ഇപ്പോ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാലും, ഇപ്പൊ പിന്നെ ഒരുവിധം കുറച്ചൊക്കെ ചെറിയൊരു ട്രെൻഡെങ്കിലും മാറ്റം കാണാം. അവര് പറയുന്നത്, നിങ്ങൾ എഗ് യൂസ് ചെയ്യണം, നിങ്ങൾ നോൺ വെജ് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടത്തില്ല, നിങ്ങൾക്ക് അയൺ കിട്ടത്തില്ല, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്, ഗവൺമെന്റ് പോളിസി എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് കറണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോ കേരളത്തിലുണ്ട്, കേരളത്തിൽ മസ്റ്റായിട്ടുണ്ട്. എന്താണ്? ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ എന്ത് കൊടുക്കും? മിൽക്കും എഗ്ഗും കൊടുക്കും. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ വരെ നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസും ഇല്ലായിരുന്നു. അഫ്കോഴ്സ് മിൽക്ക് ഉണ്ടായിരുന്നു, എഗ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഇല്ല. പക്ഷെ ഇപ്പൊ സ്കൂളിൽ എങ്ങനെയാണ്? അവരത് കൊടുക്കും. ഇടയ്ക്ക് ഒരു ഭക്തൻ പറയുണ്ടായി, അദ്ദേഹത്തിന്റെ മകള് വന്നിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോ എന്താണ് പറയുന്നത്, എല്ലാവർക്കും ഒരു ദിവസം അവര് കുറെ ദിവസങ്ങളിൽ ലഞ്ച് കൊടുക്കും. കുറെ ദിവസം ഗവൺമെന്റ് സ്കൂളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറെ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? ഒരു എഗ് കൊടുത്തു. അപ്പം കുഞ്ഞു വന്ന് വീട്ടിൽ ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ട് എഗ് കഴിച്ചൂടാ? എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് കഴിച്ചൂടാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്താൽ, എഗ്ഗിനകത്തൊരു ബേബി ഉണ്ട്, ഒരു ജീവനുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോ ആ ജീവൻ മരിച്ചു പോകില്ലേ, അതിന് വേദനിക്കില്ലേ? എന്തുകൊണ്ടാണ് സിറ്റുവേഷൻ? പ്രഭാത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടില് മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ അറബുശാലകളിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇത് വലിയൊരു പാപത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ ഈ പാപങ്ങളെല്ലാം അനുഭവിക്കണം, നമ്മുടെ മൈൻഡ് മാറിപ്പോവും, ഇത് കഴിക്കുന്നതോടുകൂടി വലിയ വലിയ അസുഖങ്ങൾ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊരു സ്റ്റാൻഡേർഡായി മാറിയിരിക്കണം. അടുത്തെന്താണ് പറയുന്നത്? അതുകൊണ്ട് ബുദ്ധിമാന്മാരായ ജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജാഗരൂകരായിരിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എങ്ങനെയാണോ നൈമിഷാരണ്യത്തിൽ മുനിമാര്, ഋഷിശ്രേഷ്ഠന്മാര് അവരുടെ പാതകൾ നമ്മൾ പിന്തുടർന്നിട്ട്, നമ്മള് ശ്രീ സൂത ഗോസ്വാമി എങ്ങനെയാണോ അവരവരുടെ കപ്പിത്താനാക്കിയത്, എങ്ങനെയാണോ അവർ ലീഡർ ആക്കിയത്, എന്താണ് കപ്പിത്താൻ എന്ന് പറയുന്നത്? പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, സൂത ഗോസ്വാമിയോ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവോ ആയിരിക്കണം. അത് കഴിഞ്ഞ് കപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ഭഗവത്ഗീത, ഭാഗവതം, നോളേജ് ആണ്, സന്ദേശങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും 8 to 8:45 ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും കപ്പിത്താനുണ്ട്. ആരാണ് നമ്മുടെ കപ്പിത്താൻ? ശ്രീല പ്രഭുപാദ്, നമ്മുടെ ഗുരുമഹാരാജൻ. നമ്മളെല്ലാവരും ഗുരുമഹാരാജനെ നമ്മൾ ഗുരുവായിട്ട് സെലക്ട് ചെയ്തു. നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആക്ച്വലി ഗുരുമഹാരാജനെ നമുക്ക് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗുരു ശിഷ്യനെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഭക്തന്മാരുടെ കയ്യിൽ നിന്നും ഇത് കേട്ടിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രഭുപാദ് അവസാനം പറഞ്ഞു നിർത്തുന്നത്, കലിയുഗത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കപ്പിത്താനായിട്ട് ശ്രീല പ്രഭുപാദിനെയും ഗുരുമഹാരാജിനെയും നമ്മൾ കപ്പിത്താനായിട്ട് അംഗീകരിക്കുക, സ്വീകരിക്കുക. അതിനുശേഷം ആ കപ്പലായിട്ടുള്ള ഭഗവത്ഗീത, ഭാഗവതം, ജ്ഞാനങ്ങൾ, അതിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതിലെ സന്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ. 23-ാമത്തെ അവസാനത്തെ ശ്ലോകത്തിൽ
പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. വിവർത്തനത്തിൽ പറയുന്നുണ്ട്, ഈ ധർമ്മങ്ങള് എവിടെയാണ് ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച് പോയതിനു ശേഷം, ഭഗവാന്റെ ലോകത്തേക്ക് പോയതിനു ശേഷം, ഇവിടുത്തെ ലീലയിലുള്ള അവസാനം പോയതിനു ശേഷം ഈ ധർമ്മങ്ങൾ ആരെയാണ് അഭയം പ്രാപിച്ചത്? വരും ക്ലാസ്സുകളിൽ അതിന്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതിനു മുന്നേ എവിടെയാണോ ധർമ്മച്യുതി വരുന്നത് അവിടെ ഭഗവാൻ അവതാരം എടുക്കുന്നു, ആ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നു. ഇവിടെ നൈമിഷാരണ്യത്തിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഭക്തന്മാര്, ഈ കൂടിയിരിക്കുന്ന സന്യാസിമാര് സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, ഇത്രയും കലിയുഗത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആളുകൾ ഇത്രയും കഷ്ടപ്പെടുകയാണ്, അറിഞ്ഞോ അറിയാതെ തന്നെ അവർക്ക് ബുദ്ധി പോകുന്നില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ മന്ദാസുമന്ദ മതയോ എന്ന് പഠിച്ചിട്ടുണ്ട്. കലഹമാണ് നമുക്ക് എപ്പോഴും, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുമ്പോൾ ഈ ധർമ്മം എവിടെ പോകും? ഇത്രയും നശിച്ചു പോകുമ്പോൾ ഈ ധർമ്മം എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അവസാനത്തെ സെന്റൻസുകളിൽ പറയുന്നുണ്ട്, പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണമാകുന്നു ശ്രീമദ് ഭാഗവതം. അതായത് ഭഗവാന്റെ അതേ ഇൻകാർണേഷൻ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനും ഭഗവത്ഗീതയും ഭാഗവതം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകയാൽ അതീന്ദ്രിയ വിജ്ഞാനത്തിന്റെയും ധർമ്മതത്വങ്ങളുടെയും സമഗ്ര ആവിഷ്കാരമാണ് ഭാഗവതം. ഈ ഭാഗവതം എന്ന് പറയുന്നത് എല്ലാ നോളേജിന്റെയും, ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള നോളേജിന്റെയും അറിവിന്റെയും ധർമ്മതത്വങ്ങളുടെ എല്ലാത്തിന്റെയും സമഗ്ര ആവിഷ്കാരമാണ് ഭാഗവതം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശീലപ്രഭുപാദ്. അപ്പൊ ഇത് കോട്ട് ചെയ്തിട്ട് ഗ്രന്ഥരാജിൽ ഒരുപാട് മെയിലുകളുണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് 2018 ജാനുവരി 24 സുദർശന മാതാജി എഴുതിയ ഒരു കോട്ടാണ്. ഞാൻ മുഴുവൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഔട്ട് ഓഫ് സൈറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് മൈൻഡ്, ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരാളെ നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പതിയെ അതൊക്കെ മറന്നു പോകും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ പ്രോവർബ് തെറ്റാണ്. എവിടെ തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ കാര്യങ്ങളിൽ വരുമ്പോൾ ഔട്ട് ഓഫ് മൈൻഡ് ഈസ് ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ യൂഷ്വലി നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രിയിൽ പഠിച്ചു, കൂടെ ജോലി ചെയ്തു, നമ്മൾ വേറെ ജോലി പോകുന്ന നേരത്ത് അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും നമുക്ക് അവരുടെ ഓർമ്മ വരും. അറിയാതെ തന്നെ നമ്മൾ അവരെ വിളിക്കും, ഫ്രണ്ട്സൊക്കെ വിളിക്കും. പക്ഷെ ഒരാൾ നമ്മളോട് വർക്ക് ചെയ്ത് ജോലിയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് US പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയി, പിന്നെ അവരുമായിട്ട് കണക്ഷൻ ഇല്ല, അങ്ങനെ അങ്ങ് പോയി, അല്ലെങ്കിൽ കൂടെ പഠിച്ച ആളുകൾ വേറെ വേറെ ക്ലാസ്സുകളിൽ പോയി. അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മളത് മറന്നു, ഉറപ്പാണ് അവരെ മറന്നു, പിന്നെ കോണ്ടാക്ട് ഇല്ല. ഒരു 10 വർഷം കഴിഞ്ഞ് അവരുടെ മുഖം പോലും നമുക്ക് ഓർമ്മ കാണില്ല. പലരും എന്റെ കൂടെ പഠിച്ച പലരെ എനിക്കിപ്പോ തിരിച്ചു കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അവരിങ്ങോട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ രൂപവും മാറി, അവരുടെ രൂപവും മാറി, എങ്ങനെയോ അവർക്ക് ഓർമ്മയുണ്ട്, അവരും നമ്മളോട് പറയും. ചിലപ്പോൾ പലരും നമുക്ക് ഓർമ്മ വരും, നമ്മൾ അവരോട് പോയി സംസാരിക്കും. ഇതാണ് ഇംഗ്ലീഷ് പ്രോവർബ്. പക്ഷേ സ്പിരിച്വൽ കാര്യങ്ങൾ നേരെ തിരിച്ചെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരാളിനെ കാണുന്നത്, അല്ലെ അവരുമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്പിരിച്വലിൽ വരുമ്പോൾ ട്രാൻസെൻഡന്റലാണ്. വിപ്രലംബ ഭക്തിയാണ് ഏറ്റവും രസമുള്ള ഭക്തി എന്ന്, ഭഗവാനോട് പിരിഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ മെറ്റീരിയൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് മാത്രമല്ല, അതിനകത്ത് പറയുന്നുണ്ട്, നമ്മള് നമ്മുടെ ഗുരുമഹാരാജിനെ, സ്പിരിച്വൽ മാസ്റ്ററിനെ ഡയറക്ട്ലി കാണുക, നമ്മൾ മീറ്റ് ചെയ്യുന്നത് ആക്സിഡന്റൽ അല്ല. അത് ഒരു ആക്സിഡന്റ് ആയിട്ട്, ഓക്കെ ഞാൻ വന്നു, ഞാൻ കുറെ ഗുരുക്കന്മാരെ നോക്കി, അതിലൊരു ഗുരുവിനെ ഞാൻ സെലക്ട് ചെയ്തു, അദ്ദേഹത്തിനെ ഞാൻ ഫോളോ ചെയ്യാനായിട്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൊതുവെ മനസ്സിലേക്ക് വെച്ചേക്കുന്നതായിരിക്കാം. അപ്പോ ഇവിടെ പറയുന്നത്, അതെന്ന് പറയുന്നത് പ്യുവർലി ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്, സാക്ഷാൽ കൃഷ്ണന്റെ അറേഞ്ച്മെന്റ് ആണ്, ജഗന്നാഥ സ്വാമിയുടെ അറേഞ്ച്മെന്റ് ആണ്. അദ്ദേഹം നമ്മളെ അടുത്ത് കാണിക്കുന്ന കാരുണ്യമാണ് ഒരു ഗുരു വന്നിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഗുരുവിനെ കാണാൻ, ഒരു പ്യൂർ ഡിവോട്ടിയെ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു പ്യൂർ ഡിവോട്ടിയെ കാണുന്നത് 1000 തവണ ഗംഗയിൽ കുളിക്കുന്നതിന് തുല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തില്
ഇവിടെ 1:2 മുനിമാർ എന്താണ് ചെയ്യുന്നത്? സൂതഗോസ്വാമിയെ ഇവിടെ കപ്പിത്താനായിട്ട് സെലക്ട് ചെയ്യാണ്. അവരെന്താണ് പറയുന്നത്? അങ്ങയുടെ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങയെ നമുക്ക് ഇവിടെ കിട്ടി എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദിന്റെ മെസ്സേജിൽ എന്താണ് പറയുന്നത്? ഭഗവത്ഗീത ഭാഗവതം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഷിപ്പാണ്. അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആരാണ്? ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ആയിരിക്കണം. പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഈ മെസ്സേജ് എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ സന്ദേശം എന്ന് പറയുന്ന ഷിപ്പില് ഒരു കപ്പിത്താനായിട്ട് ഇരിക്കുന്ന ഒരാള് സ്പിരിച്വൽ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സംസാര സാഗരം കടന്നു പോകാം. നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കഷനിൽ പറഞ്ഞു, ഒരു പശുവിന്റെ കുളമ്പിന്റെ എത്ര വെള്ളം ഉണ്ടാവും, അത് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ക്രോസ്, അത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ സംസാര സാഗരം കടന്നു പോവാന്ന് പറയുന്നുണ്ട്. കപ്പിത്താൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ കപ്പൽ നേരെ വേറെ എവിടെയെങ്കിലും പോകും, ചുഴിയിൽ പോകും, വലിയ വലിയ തിരമാലയിൽ പെടും. പക്ഷെ കപ്പിത്താൻ നല്ല അറിയാന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പോകും. ഭഗവാന്റെ കാരുണ്യം കൊണ്ടും നമുക്കിവിടെ എന്താണ്, ഗുരുമഹാരാജ് നമ്മളെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പ്രഭുപാദ് നമ്മൾക്ക് കറക്റ്റ് റെപ്രസെന്റേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ഒരു ഗുരുവിനെ കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഗുരു, ഇപ്പൊ ഒരു സ്പിരിച്വൽ മാസ്റ്റർ വന്നിട്ട് എല്ലാ സമയം ശിഷ്യന്മാരെ കൂടെ കാണത്തില്ല. ചിലപ്പോൾ ഒരു തവണയായിരിക്കും അവർ കണ്ടിട്ടുള്ളത്, ചിലപ്പോൾ വീഡിയോ കോളിലൂടെ ആയിരിക്കും ഗുരുവിനെ കണ്ടിട്ടുള്ളത്. ഗുരു മഹാരാജ് ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കും ഗുരു അവരുടെ സംസാരിക്കുന്നത്. പക്ഷെ അവരുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിരിക്കും, ഭയങ്കര ഇൻഡെപ്ത് ആയിരിക്കും. ആ ഗുരുവിന്റെ ഫിസിക്കൽ, ഇപ്പൊ എല്ലാ ഗുരുക്കന്മാരെ നോക്കിയാലും അവർ ലോകം മുഴുവൻ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ ഡ്യൂട്ടി ഈ സന്ദേശം, ഈ കപ്പൽ എല്ലാവർക്കും കൊടുക്കുക. കപ്പിത്താനായിട്ട് അദ്ദേഹം എപ്പോഴും ഉണ്ടാവും. ഈ സന്ദേശം ലോകം മുഴുവൻ കൊടുക്കുക. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് നിന്ന് അടുത്ത സംസ്ഥാനത്തേക്ക്. ഈ വയസ്സായ കാലത്തിലും അവരവരുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട്, കാരണം അവർ സ്പിരിച്വലാണ്, ഗുരുക്കന്മാരെല്ലാവരും സ്പിരിച്വലാണ്. അവരെല്ലാ ബുദ്ധിമുട്ടും മാറ്റി വെച്ചിട്ട് നമ്മളെ പോലത്തെ ഇത്രയും ഫോളൺ ആയിട്ടുള്ള, ഇതിലും മതപതിച്ച ആളുകൾ വേറെ ഇല്ല. അതാണ് സത്യം. ഗുരുമഹാരാജിനെ ഒരു തവണ കണ്ടവര്, ഒരു തവണ ഫോണിലൂടെ സംസാരിച്ചവര്, ഗുരുമഹാരാജ് അവർ അക്സെപ്റ്റ് ചെയ്യാണ്. അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ കൃഷ്ണ കോൺഷ്യസ്നസ്, ഈ സന്ദേശം, ഈ ഭഗവത്ഗീത എന്ന കപ്പലാവുന്ന സന്ദേശം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ലോകം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ലീല അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു സമയമാകുമ്പോ പോകും. സമയമാകുമ്പോ പോകുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്ത് ചെയ്യും? ആ ശിഷ്യന്മാരെന്ത് ചെയ്യും? ഇവിടെ ഭാഗവതത്തില് 1:6-2 പ്രഭുപാദ് അതിന്റെ പർപ്പറ്റിൽ പറയാനുണ്ട്. നാരദ മുനി വന്നിട്ട് ചോദിക്കും, വ്യാസദേവന്റെ അടുത്ത് ചോദിക്കും, വ്യാസദേവൻ നാരദ മുനിയുടെ അടുത്ത് ചോദിക്കും, അങ്ങയുടെ പഴയ ജന്മം എങ്ങനെയായിരുന്നു, അങ്ങ് എങ്ങനെയാണ് ഇപ്പൊ നാരദ മുനി ആയത്? അപ്പൊ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ഗുരുവാണ്. അപ്പൊ നാരദ മുനി പറയുന്നത്, ഞാനൊരു ദാസ്യപുത്രനായിരുന്നു, 5 വയസ്സായ കുഞ്ഞായിരുന്നു, എന്റെ അമ്മ ആണ് എന്നെ നോക്കിയിരുന്നത്, എനിക്ക് അമ്മ മാത്രമേ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. അമ്മ രാവിലെ പാല് കറക്കാൻ പോയപ്പോ, പശുവിനെ നോക്കാൻ പോയപ്പോ എന്ത് പറ്റി? ഒരു പാമ്പ് കടിച്ചിട്ട് അമ്മ മരിച്ചുപോയി. അമ്മ പോയതിനു ശേഷം പിന്നെ ആ സന്യാസിമാരാണ് ഉണ്ടായിരുന്നത്. സന്യാസിമാർ എനിക്ക് ഭഗവാന്റെ ജ്ഞാനം പറഞ്ഞു തന്നു. അപ്പൊ സന്യാസിമാരും പോയി. അപ്പൊ ഇവിടെ വ്യാസദേവൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ആ സന്യാസിമാര് പോയതിനു ശേഷവും, അമ്മ മരിച്ചു പോയതിനു ശേഷവും വ്യാസദേവന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഗുരു എന്താണോ ഫോളോ ചെയ്ത് അത് എനിക്കും ഫോളോ ചെയ്യണം. അപ്പൊ ഇവിടെ നാരദമുനി എന്ത് പറയുന്നു? അതിനുശേഷം അവർ പറഞ്ഞു തന്ന ജ്ഞാനങ്ങള് ഞാനത് മെഡിറ്റേറ്റ് ചെയ്തു, ഭഗവാനെ കാണാനായിട്ട് അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഫോളോ ചെയ്തു. അപ്പോ ആ ഋഷിമാർ അവിടെ ഉണ്ടോ? ഇല്ല, അവര് പോയി. നമ്മുടെ ഗുരുമഹാരാജ് നമ്മളെ കൂടെ ഉണ്ടോ? ഫിസിക്കലി ഉണ്ടോ? ഫിസിക്കലി ഇല്ല, പക്ഷെ വാണി രൂപത്തിലുണ്ട്. അത് തന്നെയാണ് നാരദമുനിയും ചെയ്തത്. നാരദമുനി പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹം ഭഗവാനെ തിരക്കി പോയി. അങ്ങനെ എന്ത് കിട്ടി? അദ്ദേഹം പോകുന്ന വഴികളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇനി വരും ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോ എന്താണ് അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം വന്നിട്ട് അവരെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോയപ്പോ ഭഗവാൻ ദർശനം കൊടുത്തു. അദ്ദേഹം ഭയങ്കര സന്തോഷമായി. ഭഗവാൻ ദർശനം തിരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ എഫേർട്ട് കണ്ടിട്ട് ഭഗവാൻ വീണ്ടും അശരീരമായിട്ട് ശബ്ദരൂപേണ വന്ന് പറയാണ്, എന്താണ്, നിനക്ക് ഈ ജന്മത്തിൽ ദർശനമില്ല, പക്ഷെ നീ ഇത് ഫോളോ ചെയ്തോളൂ, നിന്റെ എഫേർട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അതിനുശേഷം നാരദമുനി എന്താണ് ചെയ്തത്? അദ്ദേഹം ലോകമെമ്പാടും ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും പാടി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതുവഴി അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ,
അസൂയയില്ല, സംതൃപ്തി, ഇതെല്ലാം കിട്ടി ഫുൾ ആനന്ദത്തിലായിരുന്നു നാരദമുനി. ഇതാര് കേട്ടു? വ്യാസദേവൻ കേട്ടു. വ്യാസദേവനും അതേപോലെ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടാണ് ശ്രീമദ് ഭാഗവതം എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പോ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഒരു ശുദ്ധഭക്തൻ ശരീരരൂപേണ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, അത് നമ്മളെ വിട്ടുപോയാലും നമുക്കിവിടെ എന്താണുള്ളത്? അല്ലെങ്കിൽ ഒരു ഗുരു അല്ലെങ്കിൽ ഇനിഷ്യേഷൻ എന്ന് പറയുന്നത് അത് ഒരു 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 തുടക്കമോ അല്ല ഒരു ഒടുക്കമോ അല്ല. അതെന്ന് പറയുന്നത് പെർമനന്റ് ആണ്, എറ്റേണൽ ആണ്. ഒരു ഗുരുവും ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ടെമ്പററി ആയിട്ടൊരു കാര്യമല്ല. അത് എറ്റേണൽ ആണ്, അത് തീരുന്നില്ല. ലോകം അവസാനിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു തവണ ഒരു ഗുരുവിന്റെ ശിഷ്യനായി കഴിഞ്ഞാല് ആ ഗുരു ശിഷ്യ ബന്ധം ഒരിക്കലും അത് മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം, ഔട്ട് ഓഫ് സൈറ്റ് ഈസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടില്ല, സംസാരിച്ചില്ലെങ്കിലും അത് ഉടനെ മറന്നു പോകുന്നു. ഇവിടെ മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. നമ്മുടെ എല്ലാവരുടെയും ഗുരുമഹാരാജ് പ്രഭാതൻ ഇൻസ്ട്രക്ഷൻ നമ്മളെ കൂടെ ഉണ്ട്. ഗുരുമഹാരാജ് അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ ഒരു ഗുരുക്കന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരവരുടെ ഗുരുക്കന്മാരുടെ ഡെയിലി കോട്ട്സ് ഉണ്ട്, വാണിയുണ്ട്. അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഈ വലിയ വലിയ ദുഃഖങ്ങൾ, ഇത് ഭയങ്കര മിസറീസ് എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളത്, ഈ ഭയങ്കര വലിയ മിസറീസ് നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് ഇവിടെ പറയുന്നത്. വലിയ വലിയ റിസ്കുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കി, നമ്മൾക്ക് തന്നെ അറിയാം നമ്മളൊക്കെ എന്തുമാത്രം പാപികളായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ അത്രയും വലിയ റിസ്ക് എടുത്തിട്ട് നമ്മളെ സെലക്ട് ചെയ്തു, നമ്മളെ ചൂസ് ചെയ്തു. ഈ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ട് നമ്മളെ ചൂസ് ചെയ്ത് നമുക്ക് വിളിച്ചാണ് ഇനിഷ്യേഷൻ തന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തുമാത്രം റിസ്ക് ആണ് എടുത്തിരിക്കുന്നത് ഗുരുമഹാരാജ് ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യം അദ്ദേഹം ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ റിസ്ക് എല്ലാം എടുക്കുകയാണ്. ആ പാപങ്ങളെല്ലാം ഗുരുമഹാരാജ് എടുക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ 22ാമത്തെ ശ്ലോകത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 8 ഏപ്രിൽ 2015 സുദർശന മഹാരാജ് തന്നെ എഴുതിയ ഒരു ഗദ്രാജ് മെയിലുണ്ട്. അതിൽ പത്മപുരാണത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്മപുരാണം 3ാമത്തെ അധ്യായം 44ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സനത് കുമാരന്മാര് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഭാഗവത്തിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ റയർ ആണ് ഈ ലോകത്ത്. അത് കാണാനേ കിട്ടത്തില്ല. അതാണ് നമ്മളിപ്പോ ഡെയിലി 8 to 8:45 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി കിട്ടണം, അല്ലെ ഭാഗവതം നമുക്ക് കേൾക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ടെമ്പിളിൽ ഇരിക്കുന്ന ഡിവോട്ടീസ് ആയാലും ഓൺലൈൻ ഇരിക്കുന്ന ഡിവോട്ടീസ് ആയാലും, ഓൺലൈൻ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ, ഓൺലൈൻ 36 പേരുണ്ട്. ഈ 36 പേരും നമ്മളിപ്പോ പ്രഭുപാദ് പറഞ്ഞ കാര്യങ്ങളും ഈ ഭാഗവത്തിലുള്ള പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സനത് കുമാരന്മാര് പത്മപുരാണം 3:44 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കോടിക്കണക്കിന് ജന്മം കൊണ്ട് ആ പുണ്യം കൊണ്ട് ആ മെറിറ്റ് അക്യൂമുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കാൻ എവിടെന്നെങ്കിലും നമുക്ക് കേൾക്കാൻ. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരും ചില്ലറക്കാരല്ല. കോടിക്കണക്കിന് ജന്മം പുണ്യം ചെയ്തവരും, നമുക്ക് ഒരു കപ്പിത്താനുണ്ട്, നമ്മളെ നയിക്കാൻ ആളുണ്ട്. ഈ കപ്പല് ആടിയൊലയില്ല. ഈ കപ്പൽ എന്താണ്? ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീതയാണ്. അപ്പൊ ഇത് നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സനത്കുമാരന്മാര് പറയുന്ന കോടിക്കണക്കിന് ജന്മം പുണ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത് 3:45 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഓ സ്റ്റോർ ഹൗസ് ഓഫ് യോഗ, ഓ വൈസ് മെൻ, ദിസ് ഷുഡ് ബി ഹിയർഡ് വിത്ത് ഡിലിജൻസ്. ഈ നോളേജ് വളരെ ഡിലിജന്റ് ആണ്, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം പഠിച്ചത് പ്രഭാത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഭാഗവതം പറയുന്ന ഈ 8 to 8:45 നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം. അതിന് ഈ ഭാഗവതം എന്നിട്ട് സനത്കുമാരന്മാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഭാഗവതത്തിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇതിന് ഇന്ന ദിവസം കേൾക്കാം, ഇന്ന ദിവസം വായിക്കാം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ശ്രീമദ് ഭാഗവതത്തിനില്ല. ഇതെന്താണ് ചെയ്യേണ്ടത്? ശ്രീമദ് ഭാഗവതം ഷുഡ് ബി ഹിയർഡ് ഓൾവേസ്. അതിന് ഗുഡ് ഡേയ്സ്, ബാഡ് ഡേയ്സ്, ഇതിന് ഒരേ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ, എന്താണ്? ഇന്റലിജൻസ് ആയിരിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. അപ്പൊ ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇപ്പൊ എന്തൊക്കെയാണോ പ്രഭാത പറഞ്ഞത്, നമ്മളെ ഗുരുമഹാരാജ് നമ്മളെ കൂടെ
ഫിസിക്കൽ ബോഡിയിൽ ഇല്ലെങ്കിലും അദ്ദേഹം തന്ന വാണി സേവ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഗുരുദേവ് അമൃതവാണി എന്നുള്ള ആപ്പ് ഉണ്ട്, ഗ്രന്ഥരാജ് മെയിൽ അതിൽ തന്നെ വരുന്നുണ്ട്, ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ട് മഹാരാജിന്റെ, ഇഷ്ടം പോലെ ഉണ്ട്. ഡെയിലി കോട്ട് വരുന്നുണ്ട്, ഡെയിലി ശ്ലോകം വരുന്നുണ്ട്. നമ്മൾ മൊബൈൽ എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്, ഇതും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. മഹാരാജിന്റെ ചാൻഡിങ് കണ്ടിന്യൂസ്ലി 108 തവണ മഹാരാജ് ജപിക്കുന്നത് ചാൻഡിങ് ഉണ്ട്. മഹാരാജിന്റെ ചാൻഡിങ് ഇട്ട് അതിന്റെ കൂടെ നമുക്ക് ജപിക്കാം. ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. മഹാരാജ് പറഞ്ഞ എങ്ങനെയാണോ മഹാരാജ് നമുക്ക് ഇഹലയിലെ അവസാനിപ്പിച്ച് പോയതിനു ശേഷം അദ്ദേഹം തന്ന ഇൻസ്ട്രക്ഷൻ ഡെയിലി ഭാഗവതം, അത് നമ്മൾ എല്ലാവരും ഇപ്പൊ ഡെയിലി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, ഗുരു മഹാരാജിന്റെ അടുത്ത് അവരവരുടെ ഗുരുക്കന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുക. ശ്രീമദ് ഭാഗവതം ഡെയിലി നമുക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്ക് ഡെയിലി ഈ 8 to 8:45 ഭഗവാനെ എനിക്ക് ദയവായി അതിനൊരു അവസരം തരണേ, എനിക്കത് നല്ല രീതിയിൽ പറയാൻ പറ്റണേ, അത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് ഒന്ന് നല്ല രീതിയിൽ നോക്കേണ്ടതാണ്. ഗാനസാർ പ്രഭു ഒരു ശ്ലോകം റെഫറൻസ് തന്നിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം 10:80-43. ട്രാൻസ്ലേഷൻ പറയുന്നത്, ലോർഡ് കൃഷ്ണ കണ്ടിന്യൂഡ്, ഭഗവാൻ പറഞ്ഞു, വി ഹാഡ് മെനി സിമിലർ എക്സ്പീരിയൻസ് വൈൽ ലിവിംഗ് ഇൻ അവർ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഹോം. Simply by the grace of the spiritual master, a person can fulfill life purpose and attain eternal peace. റെഫറൻസ് ആണ്, സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുകയാണ്, നമുക്ക് നമ്മുടെ ഗുരു മഹാരാജിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. സിംപ്ലി ബൈ ദ ഗ്രേസ് ഓഫ് ദി സ്പിരിച്വൽ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരാൾക്ക് എന്താണ് അവരുടെ ലൈഫിന്റെ പർപ്പസ്, ലക്ഷ്യം വളരെ സമാധാനത്തോടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. എറ്റേണൽ പീസ്, എറ്റേണൽ പീസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ് അദ്ദേഹം റെഫറൻസ് ഉണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയുടെ അടുത്ത് പ്രാർത്ഥിക്കുക, ഗൗർനെറ്റയുടെ അടുത്ത് പ്രാർത്ഥിക്കുക, രാധാറാണിയുടെ അടുത്തും ഭഗവാന്റെ അടുത്തും പ്രാർത്ഥിക്കുക. നമുക്ക് ഡെയിലി ഇതുപോലെ ഈ നോളേജ് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റട്ടെ, എല്ലാ ഭക്തന്മാരുടെ അടുത്തുനിന്ന് കേൾക്കാൻ പറ്റട്ടെ. എന്താണോ പ്രഭുപാദും ഗുരുമഹാരാജും തന്നിരിക്കുന്നത് അത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്കത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണോ ശുദ്ധഗോസ്വാമി എല്ലാം പറഞ്ഞു കൊടുത്തത്, ആ ഗുരുമുഖത്തിൽ നമുക്ക് എന്താണ് കേട്ടത് അത് നമുക്ക് അതുപോലെ പറയാൻ പറ്റട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. ആ കേൾക്കുന്ന കാര്യം നമ്മൾ ചെവിയിലൂടെ കേട്ട് നമ്മുടെ ഹൃദയത്തിലെത്തി നമ്മുടെ മൈൻഡ് അതിന് വർക്ക് ചെയ്യിപ്പിച്ച് നമുക്കത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോ നമ്മുടെ ഗുരുമഹാരാജ് നമ്മളെ കൂടെ ശരീര രൂപേണ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാണി സേവയുണ്ട്. ആ സേവ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാവരും നമ്മൾ പ്രൗഡായിരിക്കണം, സ്പിരിച്വൽ പ്രൗഡായിരിക്കണം, അഹങ്കാരമല്ല. അതിൽ സന്തോഷിക്കുക. ഇപ്പൊ തന്നെ അറിയാം, ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എല്ലാ ഭക്തന്മാരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒരു ഭാഗവതം ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അതെല്ലാവരും പ്രതീക്ഷിച്ചുകൊള്ളുക. കുറെ ഡിവോട്ടീസിന് ഇനി ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും, പല പല അസൗകര്യങ്ങൾ ഉണ്ടാകും. അത് നല്ലതും ആവാം, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അസൗകര്യമാവും, അല്ല അവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുള്ള അസൗകര്യമാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി കണ്ടിന്യൂസ്ലി വരും. എല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ജഗന്നാഥ സുഭദ്രാമയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. ഡെയിലി ഭാഗവതം മുടങ്ങാതെ നമുക്ക് കേൾക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് പറയാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ ഡിവോട്ടീസിന്റെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നന്നായിരുന്നു. നന്നായിട്ട് പറഞ്ഞു. മഹാരാജിന്റെ ഇത് പറഞ്ഞ അത് വളരെ എത്ര വലിയൊരു സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ ചക്ര പ്രഭു? അതായത് മഹാരാജ് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഭാര്യമാരും മക്കളുമാറും എല്ലാവരും മാറും, ജന്മങ്ങളോട് മാറിക്കൊണ്ടിരിക്കുമ്പോ മഹാരാജ് മാത്രം മാറില്ല. അത് എത്ര വലിയ ഒരു സത്യമാണത്, നമ്മളത് മനസ്സിലാക്കണം. അത് അല്ലേ മഹാരാജിന്റെ. ഹരേ കൃഷ്ണ. പിന്നെ അതുപോലെ നമ്മൾ എല്ലാവരും എല്ലാം പറയുന്നുണ്ട്, പ്രഭു അത് പറഞ്ഞു, അറവുശാലയാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും ആൾക്കാർക്ക് ഭക്ഷണം പറയുമ്പോൾ അവർ നോൺ വെജ് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ വൈദ്യശാസ്ത്രം ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിവോട്ടീസ്, അതായത് ഞാൻ ഇതിനിടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു മാതാജി എന്നോട് പറഞ്ഞത്, അവരുടെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ഫസ്റ്റ് മാരേജ് ഡൈവോഴ്സ് ചെയ്തു. കാരണം എന്താണ്? വന്ധ്യത. അതായത് ഈ പാക്കറ്റ് ഫുഡ്, ലേസ് എന്ന് എന്താ ഈ പാക്കറ്റ് ഫുഡിന്റെ പേരുകൾ തന്നെ ഞാൻ പഠിക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്.
അതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് അതിന് വന്ധ്യത ബാധിച്ചു പോയി. അതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്ത് അടുത്ത് വേറൊരു മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഡിവോട്ടീസ് അത് വളരെ ജാഗ്രത, എല്ലാ അച്ഛനും അമ്മയും വളരെ എന്ന് പറയാം, ജാഗരൂകരായിരിക്കണം എന്ന് പറയണം. ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് പ്രസാദം ഭഗവാൻ നല്ല ദിവ്യമായ പ്രസാദം ആവോളം തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴുങ്ങണം. ഇത് ഞാൻ പറയുന്ന ഞാൻ നിങ്ങളുടെ എല്ലാം അഭ്യുദയ കാംക്ഷി ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഞാനടക്കം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരിബോൾ. നല്ല ക്ലാസ് ആയി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇതെല്ലാം റിമൈൻഡേഴ്സ് ആണ് എല്ലാ ഡിവോട്ടീസിനും. ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യുക. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാന്റെ ദർശനത്തിലേക്ക് പോകാം. പോയിന്റ്സ് ഹരേ കൃഷ്ണ. പ്രഭു ദണ്ഡവത് ചക്രപ്രഭു ഒരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ. പ്രഭു. ഹരേ കൃഷ്ണ. ചക്രപ്രഭു കേൾക്കാമോ? പ്രഭു പറഞ്ഞോളൂ പ്രഭു. ഓ നന്ദി. ഹരേ കൃഷ്ണ. പ്രണാം സുരജി. വളരെ സന്തോഷം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ ആൾക്കാർ കൂടുതൽ വരാറുണ്ട്. അത്രയും മനോഹരമായ നല്ല കഥകളടക്കം പ്രഭു പറയുന്നത് കൊണ്ട് നല്ല രസമുണ്ട് ക്ലാസ് കേൾക്കാൻ. ആത്മാർത്ഥമായി പ്രഭു പ്രിപ്പയർ ചെയ്ത് റിയലൈസേഷനോടുകൂടി പറയുന്നത് കൊണ്ട് വളരെ മനോഹരം പ്രഭുജി. നന്ദി പ്രഭുജി. ആഴ്ചയ്ക്ക് ഒരിക്കൽ പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് വേണം. ഇന്ന് ചക്രപ്രഭു എല്ലാ ബുധനാഴ്ചയും എടുത്ത ക്ലാസ് അടുത്ത ആഴ്ച മുതൽ ബുധനാഴ്ച തോറും ആയിരിക്കില്ല, മറ്റു ദിവസത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പ്രഭു വളരെ സന്തോഷ വാർത്ത, അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഷെഡ്യൂൾ അനുസരിച്ച് ഈ സമയത്ത് സൂട്ടായി വരില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ മിക്കവാറും പ്രഭു നമുക്ക് ശനിയാഴ്ച ആയിരിക്കും ഇതുപോലത്തെ മനോഹരമായ ക്ലാസ് തരുന്നത്. മറ്റൊരു വാർത്ത, പല ഡ്യൂട്ടീസിനും പല കാര്യങ്ങളാൽ റെഗുലറായിട്ട് 8 മണിക്കുള്ള സമയത്ത് ഏറ്റിരുന്ന ഡ്യൂട്ടീസിന് ഇതേപോലെ മറ്റു പല കാരണങ്ങളാൽ സാധിക്കുന്നില്ല. അപ്പോ ദീക്ഷ എടുത്ത ഭക്തന്മാര് മാതാജീസ് ആയാലും പ്രഭുസ് ആയാലും ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദീക്ഷ എടുത്ത ഭക്തന്മാര് മാതാജീസും പ്രഭുസിനും ആർക്ക് വേണമെങ്കിലും നമുക്ക് ക്ലാസ്സിന് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അപ്പോ പുതിയതായിട്ട് ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഇനി മുതലെങ്കിലും എടുക്കാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരേണ്ടതാണ്. കാരണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ 18,000 ശ്ലോകമാണ്. 365 ദിവസമേ ഉള്ളൂ ഒരു വർഷത്തില്. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് എടുക്കുകയാണെങ്കിൽ 49 വർഷം കഴിഞ്ഞ് മാത്രമേ ഒരു റൗണ്ട് ഭാഗവതം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലൈഫ് ടൈം മിഷനാണ്. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതിന് അവസാനിക്കുന്ന സമയത്ത് നമ്മളിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ മിഷനിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദയവായി ഭക്തജനങ്ങൾ എല്ലാവരും, ദീക്ഷ എടുത്ത എല്ലാവരും, ഇപ്പോൾ ഓൺലൈനായിട്ടും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് വീട്ടിലിരുന്നും നമുക്ക് എടുക്കാം. അപ്പോൾ പ്രഭുസ് ആൻഡ് മാതാജീസ്, ദയവായി നിങ്ങൾ ക്ലാസ് എടുക്കാൻ പേര് തരേണ്ടതാണ്. നിങ്ങളുടെ സൂട്ടായ സമയം നോക്കി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അത് രാവിലത്തെ ഭാഗവതത്തിനെ കുറിച്ചാണ്. ചൈതന്യ ചരിതാമൃതം എന്നുള്ളത് വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ചും നമ്മൾ എല്ലാ 5 മുതൽ 6 മണി വരെ ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് നല്ല സീനിയർ വൈഷ്ണവരാണ് അതിന് ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ ജൂനിയർ വൈഷ്ണവരിനും തീർച്ചയായിട്ടും ചൈതന്യ ചരിതാമൃതവും ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരാവുന്നതാണ്. അപ്പൊ അതിനും ഷോർട്ടേജ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട് ക്ലാസ് എടുക്കാൻ. അതുകൊണ്ട് ഇതൊരു വിനീതമായ അഭ്യർത്ഥനയായി മാനിച്ച് എല്ലാവരും ഈ ഒരു മിഷന് നമുക്ക് എല്ലാവരും ഒരുമിച്ചുള്ള ഈ ചൈതന്യ ചരിതാമൃത ഭാഗവതം പഠനം നന്നായി മുന്നോട്ട് വരേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു ചക്രപ്രഭു അനൗൺസ്മെന്റ് സമയം തന്നെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഗുരുകൃപ, കൃഷ്ണകൃപ. നമുക്ക് ദർശനത്തിലേക്ക് പോകാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഗുരുമഹാരാജിന് എങ്ങനെയാണോ പ്രഭുപാദ് പറഞ്ഞതുപോലെ നമ്മളെ കപ്പിത്താനായിട്ട് നമുക്ക് ഭഗവാൻ ഗുരുമഹാരാജ് നമ്മുടെ ലൈഫിൽ തന്നിരിക്കുന്നത്. ഇന്ന് ക്ലാസ്സിൽ 2 ശ്ലോകത്തിലും പറഞ്ഞതുപോലെ ഭഗവാന്റെ കാരുണ്യം, ഭാഗവതം കാരുണ്യം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. ഹരേ കൃഷ്ണ. ജയ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യ കീ ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഗൗർനിതായ് കീ ജയ. ശില പ്രഭുപാദ് കീ ജയ. ഹരേ കൃഷ്ണ. പ്രഭു ദർശനം കഴിഞ്ഞു. ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ.